ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ്, വളരെ വൈജ്ഞാനികമായി ഒരു സംവാദം ഇവിടെ പൂർത്തിയാവുകയാണ്. ആദ്യമായി ഞങ്ങൾക്ക് ഇത്രമേൽ വലിയ ഒരു ജ്ഞാനസമ്പന്നമായ വേദിക്ക് അവസരം നൽകിയ ഈ ചെറുവാടി സ്വദേശികൾക്ക്, ഇതിൻ്റെ പ്രിയപ്പെട്ട സംഘാടകർക്ക് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. സംവാദങ്ങളുടെ വലിയ ചിരകാല ചരിതമുള്ള ഒരു മണ്ണുകൂടിയാണ് ഈ ചെറുവാടി. ഈ ചെറുവാടിയിൽ നബിദിനാഘോഷം എന്ന പേരിൽ ഒരു സംവാദം നടക്കുമ്പോൾ 2016 ജനുവരിയിൽ ഇതുപോലെ കണ്ണൂരിലെ കമ്പിൽ വെച്ച് ഞങ്ങളുടെ ആദരണീയരായ ഉസ്താദുമാർ അവർ ഈ വിഷയത്തിൽ നടത്തിയ സംവാദത്തിൽ അവർ കുഴിച്ചു മൂടിയ പെട്ടിക്ക് 1000 ആണികൾ അടിക്കുന്നതായിരുന്നു ഈ ചെറുവാടിയിലെ സംവാദം എന്ന് ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയുകയാണ്. ഇതൊരിക്കലും വ്യക്തിപരമായി ഞങ്ങളുടെ അഹങ്കാരമോ അവകാശവാദങ്ങളോ അല്ല. പരിശുദ്ധ ദീനിൻ്റെ നിയമങ്ങൾ പറഞ്ഞ ആധികാരികരായ പണ്ഡിതന്മാരുടെ, ഇമാമുമാരുടെ മാർഗരേഖയിലും രീതിശാസ്ത്രത്തിലും തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ മാത്രം ഞങ്ങൾക്ക് സാധ്യമാകുന്ന ഒറ്റ കാര്യം കൂടിയാണിത്. പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ സംസ്ഥാപനത്തിനും അതിൻ്റെ സംരക്ഷണത്തിനും വേണ്ടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലുള്ള ആദർശ വിഭാഗമായ ഇസ്തിഖാമ റിസർച്ച് കൗൺസിൽ എന്ന ഞങ്ങളുടെ ആദർശ പഠന വിഭാഗം കാലങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്നത്. ആദരണീയരായ സമസ്തയുടെ കേന്ദ്ര മുഷാവറ അംഗം ബഹുമാനപ്പെട്ട ശൈഖുന അബ്ദുൽ ഗഫൂർ അൻവരി ഉസ്താദ്, MT അബൂബക്കർ ദാരിമി ഉസ്താദ്, മുസ്തഫ അഷ്റഫി ഉസ്താദ് തുടങ്ങിയ വളരെ പ്രഗത്ഭരായ പണ്ഡിതർ നേതൃത്വം നൽകുന്ന ആ വൈജ്ഞാനിക സംഘത്തിൻ്റെ ധന്യതയോടെ അഭിമാനിക്കാം. 100ാം വാർഷിക മഹാസമ്മേളനത്തിൻ്റെ പടിവാതിൽക്ക് ഞങ്ങൾ എത്തി നിൽക്കുമ്പോൾ ഈ ചെറുവാടിയിലെ സംവാദം ഒരിക്കൽ കൂടി കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിന് ഒരു സാക്ഷ്യപ്പെടുത്തൽ നൽകുന്നു. ഈ നബിദിനാഘോഷത്തിന് സമാനമായ ആദർശ വിഷയങ്ങളിൽ കഴിഞ്ഞ 100 കൊല്ലക്കാലത്തെ പരിണാമങ്ങളില്ലാത്ത ശരിയേതാണ്, വൈരുദ്ധ്യങ്ങളില്ലാത്ത ശരിയേതാണ്, വിരോധങ്ങളില്ലാത്ത ശരിയേതാണ്, ഓരോ സംവാദങ്ങളിലും നാൾക്കുനാൾ വന്ന് ഇമാമുമാരെ തള്ളിപ്പറയേണ്ട ഗതികേടില്ലാത്ത ശരിയുടെ മാർഗമേതാണ്? അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയെ പ്രതിനിധാനം ചെയ്യുന്ന സമസ്ത. അടുത്ത 100 കൊല്ലത്തേക്കുള്ള ആദർശത്തിന്റെ ശരി ഏതാണെന്ന സാക്ഷ്യപ്പെടുത്തൽ കൂടിയാണിതെന്ന് സാന്ദർഭികമായിട്ട് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സംവാദത്തെക്കുറിച്ച് നമുക്കറിയാമല്ലോ, ഇവിടെ കൃത്യമായി ഒരു വാദങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടന്ന സംവാദമാണ്. ഇതൊരിക്കലും കവലപ്രസംഗങ്ങളല്ല, ഞാൻ പഠിച്ചത് പറയലോ പാടുകയോ ചെയ്യേണ്ട വേദിയല്ല. വാദങ്ങളുണ്ട് ഇവിടെ. എന്തായിരുന്നു ഞങ്ങളുടെ വാദം? ഞങ്ങളുടെ പ്രധാനപ്പെട്ട വാദം നബിദിനാഘോഷം പുണ്യകർമ്മമാണ്. ഈ നബിദിനാഘോഷം പുണ്യകർമ്മമാണ് എന്ന വാദവുമായിട്ട് ഞങ്ങൾ വരുമ്പോൾ ആ വാദത്തെ നിങ്ങൾ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത്? ഏത് പുണ്യകർമ്മമല്ല, ഇതാ ഇന്ന ആയത്ത്. നബിദിനാഘോഷം പുണ്യകർമ്മമല്ല, ഇന്ന ഹദീഫ്. നബിദിനാഘോഷം പുണ്യകർമ്മമല്ല, ഇന്ന ഇമാം. ഇങ്ങനെ എണ്ണി എണ്ണി പറയേണ്ടതിന് പകരം ആ ചോദ്യത്തെ പരാമർശിക്കാനോ ആ വാദത്തെ ഒന്ന് സ്പർശിക്കുക പോലും ചെയ്തിട്ടില്ല. ഈ സംവാദത്തിന്റെ മണിക്കൂറുകൾ നീണ്ട CD നിങ്ങളൊന്ന്, അതിന്റെ ലൈവ് നിങ്ങളൊന്ന് പരിശോധിക്കുക. നബിദിനാഘോഷം പുണ്യകർമ്മമല്ലെന്ന് ഒരൊറ്റ ആയത്ത് 6236 ആയത്തുകളിൽ നിന്ന് ഇവർ ഓതിയോ? ഏതെങ്കിലും ഒരു ഹദീസ് പ്രാമാണികമായിട്ട് ഓതിയോ? ഏതെങ്കിലും ആധികാരികമായ പണ്ഡിതരുടെ രേഖ ഞങ്ങളുടെ ഈ വാദത്തെ നഖ്ല് ചെയ്യാൻ ഇവർ ഓതിയോ? ഇതല്ലേ മുനാദറ, ഇതല്ലേ ഡിബേറ്റ്, അതല്ലേ ചെയ്യേണ്ടിയിരുന്നത്? എന്നാൽ അതൊന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, അവർക്കൊരാളെയും തെരഞ്ഞിട്ട് അവർക്ക് കിട്ടിയില്ലെന്ന് മാത്രമല്ല, നബിദിനാഘോഷത്തെ പുണ്യകരമാണെന്ന് പറഞ്ഞത് ആരൊക്കെയാണ്? ഞങ്ങൾ യോഗം ചേർന്ന് ഇന്നലെയോ പറഞ്ഞതാണോ? നിങ്ങൾ ഈ വസീലത്ത് ശിർക്കൊക്കെ ഉണ്ടാക്കിയെടുത്തതുപോലെ അത് കേവല ആരോപണമല്ല, അത് നിങ്ങളുടെ മാർഗഭ്രംശത്തിന്റെ മാനദണ്ഡമാണ് എന്നതുപോലെ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തതല്ല. ഇതിന് ആധികാരിക രേഖയുണ്ട്. ഇത് ഹാഫിദ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഇതിന് ഏതാണ് ഇതിന്റെ മാനദണ്ഡം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറയെടുത്തു ഇമാമുമാരെ രേഖയായിട്ട് നിങ്ങൾ ഉദ്ധരിക്കാറില്ലേ? നിങ്ങൾ ഇബ്നു ബാസിനെയും ആലു ശൈഖിനെയും ഒക്കെ അല്ലേ വസീലത്തു ശിർക്കിന്റെ തഅരീഫിന് രേഖയാക്കിയത്? അങ്ങനത്തെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഹാഫിദ് ഇബ്നു ഹജർ തങ്ങൾ രേഖയാകാതെ പോയത്? ഇമാം സുയൂത്തി, ഇമാം സഖാവി തുടങ്ങിയ പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുകയാണ്. നിങ്ങൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന ശില്പികളെന്ന് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ കൊച്ചുമക്കളെ പഠിപ്പിച്ചു കൊടുത്ത ഷാ വലിയുല്ലാഹി ദഹ്ലവി, സർഹിന്ദി, അവരൊക്കെയും ഇതിനെ അംഗീകരിച്ചു, ഇന്ത്യയിലുള്ളവർ എന്ന് പറഞ്ഞു. നിങ്ങൾ അതിനെ സ്പർശിച്ചതുപോലുമില്ല. നിങ്ങളുടെ സ്ഥാപിതകാല നേതാക്കൾ അന്ധവിശ്വാസത്തിന്റെ ഭൂതക്കണ്ണാടി ഉപയോഗിച്ച് കേരള മുസ്ലിമീങ്ങളെ സ്കാൻ ചെയ്തെടുത്ത് അവരുടെ ഓരോ കർമ്മങ്ങളുടെ മേലും ബിദ്അത്തിന്റെ കരിമ്പടം പുതക്കാൻ ശ്രമിച്ച KM മൗലവിയെ പോലെയുള്ള, EK മൗലവിയെ പോലെയുള്ള ആളുകൾക്ക് പോലും ചികഞ്ഞു നോക്കിയിട്ട് കണ്ടെത്താൻ കഴിയാത്ത ഒരു കാര്യമായിരുന്നു. അവർ പോലും ഇത് പുണ്യകരമാണെന്നാ പറഞ്ഞത്. അതിനാണ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ
ആലമീൻ എന്ന ആയത്തോതിയത്. ഇവരൊക്കെ പുണ്യകരമാണെന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും ഒരു വാക്ക് പറയണ്ടേ? ഒന്നെങ്കിൽ ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നില്ല, KM മൗലവിയെ ഞങ്ങൾ തള്ളുന്നു എന്ന് പറയണ്ടേ, അല്ലെങ്കിൽ ആ രേഖ ഞങ്ങൾ സ്വീകരിക്കില്ലെന്ന് പറയണ്ടേ? ഒരു അക്ഷരം പോലും അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. എന്നാൽ നിങ്ങളുടെ വാദം എന്തായിരുന്നു? മുൻഗാമികൾ ചെയ്യാത്ത, അവർക്ക് പരിചിതമല്ലാത്ത, സ്വഹാബത്തിന് പരിചിതമല്ലാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ദുരാചാരമാണെന്ന വാദം. ആ വാദം നിങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ വാദത്തിന് ഒരു ഇമാമിന്റെ കിതാബിന്റെ ആധികാരികമായ രേഖ നിങ്ങൾ തെളിവായി കൊണ്ടുവരണ്ടേ? ഏതെങ്കിലും ഒരു വിശുദ്ധ ഖുർആൻ കൊണ്ട് നിങ്ങൾ അതിനെ തെളിയിച്ചോ? ഹദീസ് കൊണ്ട് തെളിയിച്ചോ? തെളിയിച്ചില്ലെന്ന് മാത്രമല്ല, ഞങ്ങൾ ഉന്നയിച്ച 9 ചോദ്യങ്ങളും നിങ്ങളുടെ ആ വാദത്തെ ഗണ്ണിക്കുന്ന ചോദ്യങ്ങളാണ്. പാരമ്പര്യമില്ല, പരിചയമില്ല, അവർക്ക് പരിചയമില്ല, ആ കാലത്ത് ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് ഒരു കാര്യം ദുരാചാരമാവുകയില്ലെന്ന് മാത്രമല്ല, അത് പുണ്യകർമ്മമാണെന്ന് നിങ്ങളുടെ ആധികാരിക നേതാവ് ഇബ്നു തൈമിയ്യ പോലും വിശ്വസിച്ച് സർക്കൽമങ്ങൾ ചെയ്തതിന്റെ ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിച്ചത്. എന്നാൽ നിങ്ങൾ ഈ പറയുന്ന വാദം ഇമാമുകളുടെ പിൻബലമില്ല, ആയത്തിന്റെ പിൻബലമില്ല, ഹദീസില്ല, പിന്നെ എവിടെ നിന്ന് കിട്ടി? അത് നിങ്ങൾക്ക് കിട്ടിയത് ഖാദിയാനികളിൽ നിന്നാണ്. ഖാദിയാനികളുടെ മോഡേണിസത്തിന്റെ സോഫ്റ്റ്വെയറാണ് നിങ്ങൾ ഉപയോഗിച്ചത്. ഇസ്ലാമിക് മോഡേണിസ്റ്റുകളുടെ, മെറ്റീരിയലിസ്റ്റുകളുടെ, റഷീദ് റിളയെ പോലെയുള്ള മതയുക്തിവാദികളുടെ സോഫ്റ്റ്വെയറാണ് നിങ്ങൾ ഉപയോഗിച്ചത്. ആരാണ് ഖാദിയാനികൾ? പരിശുദ്ധമായ ഖുർആനിനെ ദുർവ്യാഖ്യാനിക്കുന്നവരല്ലേ? പ്രവാചകത്വത്തിന്റെ ഖത്മുൻ നുബുവ്വത്തിനെ നിഷേധിക്കുന്നവരല്ലേ? ആ ഖാദിയാനികൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന മട്ടിലല്ലേ ഇവിടെ അവതരിപ്പിച്ചത്? ഒരു രേഖയും ഉദ്ധരിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ കൊണ്ടുവന്നത് മുഴുവനും ഖാദിയാനികളുടെ അടക്കമുള്ളവരുടെ വാദമായിരുന്നു എന്നതിനെ കുറിച്ച് നിങ്ങൾ പുനർവിചിന്തനം നടത്തണം. നിങ്ങളുടെ ആ വാദത്തിന്റെ മുൻഗാമികൾ ചെയ്യാത്തത് കൊണ്ട് പാടില്ലെന്ന ആ വാദത്തിന്റെ മുനയൊടിച്ചു കളഞ്ഞിട്ടുണ്ട് ഓരോ ചോദ്യങ്ങളും. നിങ്ങളുടെ നേതാവായ ഇബ്നു തൈമിയ്യ തന്നെ സുബ്ഹി നമസ്കാരത്തിന് ശേഷം സൂര്യോദയം വരെ എല്ലാ ദിവസവും പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഫാത്തിഹ സൂറത്ത് ആവർത്തിച്ച് പാരായണം ചെയ്തിട്ടുണ്ടല്ലോ. ആ ചെയ്ത കാര്യം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായ ആളുകൾ ഇബ്നു അബ്ദുൽ ഹാദിയെ പോലെയുള്ളവർ രേഖപ്പെടുത്തിയിട്ടില്ലേ? എങ്കിൽ ആ ഇബ്നു തൈമിയ്യ ഒരു പ്രത്യേക കൂലി പ്രതീക്ഷിച്ചുകൊണ്ട്, ഒരു പ്രത്യേക കാര്യത്തെ പതിവാക്കിയിട്ട്, നബി തങ്ങൾ ചെയ്യാത്ത, സ്വഹാബത്ത് ചെയ്യാത്ത, സലഫുസ് സാലിഹീകൾക്ക് പരിചയമില്ലാത്ത ഒരു കാര്യം ചെയ്ത ഇബ്നു തൈമിയ്യ അയാൾ മുബ്തദി ആണെന്ന് നിങ്ങൾ പറയേണ്ടി വരില്ലേ? ആ ഇബ്നു തൈമിയ്യ ഒരു ആയത്ത് ഇങ്ങനെ ഓതി, ആ ആയത്തിന്റെ സമാനമായ തെളിവ് അള്ളാഹുവിന്റെ റസൂലിനോട് മുനാജാത്ത് നടത്തുമ്പോൾ സദഖ കൊടുക്കണമല്ലോ, എങ്കിൽ അള്ളാഹുവിനോടുള്ള മുനാജാത്തിൽ ഔലയാണെന്ന് പറഞ്ഞ് തെളിവ് സ്വീകരിച്ചപ്പോൾ ഞങ്ങളതിനെ കൊണ്ടുവന്നു. എന്നിട്ട് ആ രേഖ പോലും കാണാതെ അത് മൻസൂഖാണെന്ന് തട്ടിവിടുകയല്ലേ ചെയ്തത്? എത്ര വലിയ വിഡ്ഢിത്തമാണ്! ഇബ്നു തൈമിയ്യ മൻസൂഖായ ഒരു കാര്യം അറിയാതെ അമൽ ചെയ്യുന്ന ആളാണെന്നല്ലേ നിങ്ങൾ ഈ അണികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ മാനദണ്ഡങ്ങൾ ഒന്നൊന്നായി ഞങ്ങൾ പൊളിച്ചു കളയുകയല്ലേ ചെയ്തത്? മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ ഒരു പുതിയ ദിക്റിനെ കൊണ്ടുവരാൻ ഒരു സംസ്കരിക്കുന്ന ആൾക്ക് അനുവാദമുണ്ടോ എന്ന കാര്യത്തെ വിശകലനം ചെയ്തുകൊണ്ട് അത് അനുവദനീയമാണെന്നൊരു ഹദീസിനെ അടിസ്ഥാനപ്പെടുത്തി ദലീൽ സ്വീകരിച്ചു. എന്നാൽ നിങ്ങൾ അതിനെ എതിർക്കുകയാണ് ചെയ്തത്. അങ്ങനെ പുതിയ രീതിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ ഹാഫിദ് ഇബ്നു ഹജർ തങ്ങൾ മുബ്തദി ആണോ എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി ഉണ്ടായിട്ടില്ല. അസംഖ്യം ഇമാമുമാരെ പറഞ്ഞു, അതിനും മറുപടി ഉണ്ടായിട്ടില്ല. അവസാനം ഞങ്ങൾ ചോദിച്ചു, എങ്കിൽ ഇനി നിങ്ങൾ ഇതൊന്നും പാടില്ലെന്ന് പറഞ്ഞ KM മൗലവിക്ക് അനുവദനീയമായിരുന്നു, KM മൗലവിക്ക് തെളിവുണ്ടായിരുന്നു, അൽമനാറിന് 950കളിൽ രേഖയുണ്ടായിരുന്നു, ഇത് പുണ്യകർമ്മമായിരുന്നു, അവർക്കൊന്നും ഇതിന്റെ രേഖ കിട്ടിയിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ഈ രേഖ കിട്ടിയ ഡേറ്റ്, ആ ഡേറ്റ് ഒന്ന് ഞങ്ങൾക്കറിയണം. ഡേറ്റ് ഓർമ്മയില്ലെങ്കിൽ ദിവസം, ഇല്ലെങ്കിൽ മാസമെങ്കിലും അറിഞ്ഞാൽ കേരള ചരിത്രത്തിന്റെ ആർക്കൈവുകളിൽ രേഖപ്പെടുത്തി വെക്കാമായിരുന്നു എന്ന കൊതിയോടെയാണ് ഞങ്ങളത് പറഞ്ഞു വെച്ചത്. പക്ഷേ നിങ്ങൾ അതിന് മറുപടിയില്ല. നോക്കൂ, നിങ്ങൾ ഇത് ആധികാരികമായി രേഖപ്പെടുത്തപ്പെട്ടു എന്ന് മാത്രമല്ല, നിങ്ങളുടെ ചോദ്യത്തിൽ ആകെ പരിഗണനീയമായൊരു ചോദ്യമുണ്ടായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആരെങ്കിലും ആഘോഷിച്ചിട്ടുണ്ടോ എന്നാണ്. ബഹുമാനപ്പെട്ട ഉദവി ഉസ്താദ് ഇവിടെ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ് അവിടുത്തെ ജനനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചത്, അത് നിഅമത്താക്കിയത്, ആ സന്തോഷ പ്രകടനം നടത്തിയത്. ഏതാ രേഖ? നിങ്ങളുടെ ആധികാരിക പണ്ഡിതൻ ഇബ്നുൽ ഖയ്യിം തന്നെ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഖീഖത്ത് അറുത്തിട്ടുണ്ട്. നബി തങ്ങൾക്ക് വേണ്ടി എന്തിനാ അഖീഖത്ത് അറുത്തത്? എന്തിനാണ് അഖീഖത്ത്? അത് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ രേഖപ്പെടുത്തി. അത് നബിദിനാഘോഷത്തിന് തെളിവാണ്. എന്തുകൊണ്ടാണ് തെളിവ്? അത് സന്തോഷ പ്രകടനമാണ്. ആരാ സന്തോഷ പ്രകടനമാണെന്ന് പറഞ്ഞത്? നിങ്ങളുടെ ഇബ്നുൽ ഖയ്യിം തന്നെ പറയുന്നു, അഖീഖത്ത് എന്ന് പറഞ്ഞ പടി തന്നെ അത് ഇൽഹാറുൻ നിഅമത്താണ്. ഇത് നബി തങ്ങൾ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ വേറെ രേഖ? നിങ്ങൾക്ക് സംഘടനയുണ്ടാക്കാൻ നിങ്ങൾക്ക് ആയത്തിൽ ഇജ്തിഹാദ് നടത്താം, ഞങ്ങൾക്ക് നബിദിനം നടത്താൻ, നബി തങ്ങളോടുള്ള സ്നേഹപ്രകടനങ്ങളെ വിവിധ രൂപങ്ങളിലൂടെ നടപ്പിൽ വരുത്താൻ ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആധികാരികമായ ഹദീസ ഉദ്ധരിച്ചത്. ആ
ആയത്താ ഉദ്ധരിച്ചത്, ആയത്ത് കൊണ്ടുള്ള തഫ്സീറാ പറഞ്ഞത്. ആ തഫ്സീർ ഏറ്റവും നല്ല തഫ്സീറുകളാണ് അങ്ങനെയുള്ളത് എന്ന് നിങ്ങൾ തന്നെയാണ് രേഖപ്പെടുത്തി വെച്ചത്. പ്രമാണങ്ങൾ ഏറ്റുമുട്ടിയപ്പോൾ വിജയം അഹ്ലുസുന്നക്കായിരുന്നു. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും. സഹോദരങ്ങളെ, നമ്മുടെ പ്രോഗ്രാം അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവരും പിരിഞ്ഞു പോവുക. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.